ബിഗ് ബോസ് മലയാളം സീസൺ 7 റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബിഗ് ബോസിലേക്ക് ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു കോംബോ അവിടെ ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ട്. നമ്മുടെ പ്രവീണിനെ എല്ലാവർക്കും അറിയാലോ, ഇപ്പോൾ വൈൽഡ് കാർഡായിട്ട് അകത്ത് കയറിയ പ്രവീണും അനുമോളുമാണ് പുതിയ കോംബോ ആയിട്ട് വന്നിട്ടുള്ളത്. ശരിക്കും ഇവർ റിയലായിട്ടുള്ള ഒരു ഒരു എന്താണ് ഒരു പ്രണയമാണോ എന്ന് ചോദിച്ചാൽ എനിക്കതിനോട് അഭിപ്രായമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അനുമോളുടെ ഫാൻസ് പവറും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അകത്തേക്ക് വന്ന ഒരാളാണ് പ്രവീൺ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് റിയലാണെന്ന് പറയാൻ പറ്റില്ല. ഒരു പക്ഷേ നമുക്കറിയാം, ഇതിനു മുമ്പും ഏറ്റവും കൂടുതൽ ഫാൻസ് പവറുള്ള ആളുകളെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ അവരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് നിന്നിട്ട് ബിഗ് ബോസിനുള്ളിൽ അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയും എന്ന് ഉറപ്പുള്ള ആളുകൾ അങ്ങനെ ചെയ്യാറുണ്ട്. അതായത് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പ്രവീണിന് നന്നായിട്ട് അറിയാം അനുമോൾക്ക് പുറത്തുള്ള ഫാൻസ് പവർ എത്രത്തോളമാണെന്ന്. അപ്പോൾ അങ്ങനെയുള്ള അനുമോളുടെ അടുത്ത് ഒരു കോംബോ തുടങ്ങിക്കഴിഞ്ഞാൽ പുള്ളിക്കാരനും അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തു നിന്നും കളി മനസ്സിലാക്കി വന്ന പ്രവീൺ മനഃപൂർവ്വം ഒരു കോംബോ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണോ എന്ന് നമുക്കറിയില്ല. പിന്നെ അനുമോളെ സംബന്ധിച്ചിടത്തോളം ഒരു കോംബോ ഉണ്ടാക്കി അവിടെ പിടിച്ചു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം പുള്ളിക്കാരത്തേക്ക് അറിയാം പുറത്ത് നല്ല ഫാൻസ് പവർ ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അനുമോൾക്ക് അതിൻ്റെ ആവശ്യമില്ല. പിന്നീട് ഇനി അവർ തമ്മിൽ റിയലായിട്ടുള്ള ഒരു ഇഷ്ടമാണെന്നൊന്നും പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റേതായിട്ടുള്ള യാതൊരുവിധ തെളിവുകളും നമ്മുടെ പക്കലില്ല. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഇനി ആ ഒരു കോംബോ എങ്ങനെയുള്ളതാണ്, റിയലാണോ അല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതൽ വ്യക്തമാവണമെന്നുണ്ടെങ്കിൽ അതിനി കുറേ ദിവസം നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും. എന്തായാലും നടക്കട്ടെ. നമുക്ക് ബിഗ് ബോസിനകത്തൊരു കോംബോ കാണാനായിട്ട് ആഗ്രഹിക്കാത്തവരാരാണ് ഉള്ളത്, അല്ലേ? അപ്പോൾ ഒരുപാട് പേരും ആഗ്രഹിക്കാറുണ്ട് ബിഗ് ബോസിനകത്തൊരു കോംബോ കാണണം എന്നുള്ളത്. നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ റോബിൻ നിന്ന ആ ഒരു സീസണിൽ നമ്മുടെ ദിൽഷ റോബിനെ ചുറ്റിപ്പറ്റി നിന്നു. വലിയ കോംബോ ഒന്നും ആയിട്ടല്ലായിരുന്നു എങ്കിൽ പോലും റോബിനെ ഇഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നു പുള്ളിക്കാരത്തി മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഒടുവിൽ റോബിൻ പുറത്തായ സമയത്ത് ആ റോബിനെ തുണച്ചുകൊണ്ട് റോബിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത് ഓരോന്ന് പറഞ്ഞിട്ട് ഒടുവിൽ റോബിൻ്റെ ഫാൻസിൻ്റെ വോട്ടോടുകൂടി ദിൽഷ ഗെയിമിൽ വിൻ ചെയ്തു. അതായിരുന്നു അവിടെ സംഭവിച്ചിരുന്നത്. അല്ലെങ്കിൽ നമുക്കറിയാം റോബിൻ അല്ലെങ്കിൽ ബ്ലെസ്ലി തന്നെ ആയിരുന്നേനെ ഒന്നാമത് എത്തേണ്ടിയിരുന്നത്. അപ്പോൾ അതുപോലെ ഇതിനു മുമ്പും പലരും ഇതുപോലെ ഓരോന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ രജിത് കുമാർ സാറ് അകത്ത് നിന്ന സമയത്ത്, ദയാ അശ്വതി ബിഗ് ബോസിനുള്ളിൽ വന്ന സമയത്ത് പുള്ളിക്കാരത്തി ഇതുപോലെ രജിത് കുമാർ സാറിനെ ചുറ്റിപ്പറ്റി നിന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ രജിത്ത് സാറിൻ്റെ വോട്ട് നേടുന്നതിന് വേണ്ടി തന്നെ ആയിരിക്കണം. അപ്പോൾ എന്തായാലും കുറച്ച് നാളൊക്കെ പുള്ളിക്കാരത്തിക്ക് അങ്ങനെ രജിത്ത് സാറിൻ്റെ ചുറ്റിപ്പറ്റി നിന്ന് വോട്ട് സമ്പാദിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു പരിധിവരെ വളരെ രസമായിരിക്കും കാണാനൊക്കെ ആയിട്ട്. ഒരുപാട് ആളുകൾക്ക് അങ്ങനെ കോംബോ കാണാനായിട്ട് ഇഷ്ടമുള്ളവരുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ ക്ലിയറായിട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ ഇവർ തമ്മിലുള്ള കോംബോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അവർ തമ്മിൽ റിയലായിട്ടുള്ള ഒരു കോംബോയാണോ, അതോ പ്രവീണിൻ്റെ ഒരു വെറും ഗെയിം മാത്രമാണോ അനുമോള് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.